ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ എളുപ്പത്തിലൊരു മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ അല്പം പുളി കുറവുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊരു മഞ്ഞ കളറ് മാങ്ങയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മാങ്ങയാണ് ഈ അച്ചാർ വെക്കാനായിട്ട് നല്ലത്. മാങ്ങ നല്ലതുപോലെ കഴുകി നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി നമ്മളിത് മാറ്റി വെക്കുക. ഇതിപ്പം ഞാൻ വൈകിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അന്ന് രാത്രി മുഴുവൻ ഇത് വെച്ചിട്ട് നമ്മൾ രാവിലെ അത് എടുക്കും. രാവിലെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കുറേ ഇങ്ങനെ ഊർന്ന് വന്നിട്ടുണ്ടായിരിക്കുമേ. നമ്മൾ ആ വെള്ളം മാറ്റി അത് ഒരു പാത്രത്തിലോട്ട് മാങ്ങ മാത്രമായിട്ട് എടുക്കണം. നമ്മളതിൻ്റെ വെള്ളം ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, നമ്മളിവിടെ അത് എടുക്കുന്നില്ല. എന്നിട്ട് അടുപ്പത്തിലോട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയിൽ ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ അഥവാ കൂടുതലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് തീ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക രുചി കിട്ടുവേ. വിനീഗർ ഒഴിച്ച് കഴിഞ്ഞ് ആ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.